രാജ്യത്തെ 400 എയർ സ്ട്രിപ്പുകളിൽ പരിശോധനയ്ക്ക് DGCAയുടെ സുരക്ഷാ ചട്ടങ്ങൾ പാലിക്കാത്ത എയർ സ്ട്രിപ്പുകളിലാണ് പരിശോധന നടത്തുക. ATC, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെല്ലാം വിലയിരുത്തും. എല്ലാ എയർ സ്ട്രിപ്പുകൾക്കും ഏകീകൃത മാനദണ്ഡം നടപ്പിലാക്കാനാണ് DGCA പരിശോധന നടത്തുന്നത്. വിവരങ്ങളുമായി നന്ദഗോപൻ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. നന്ദൻ, എന്തായാലും ഈ എയർ സ്ട്രിപ്പുകളിലെ പരിശോധന വളരെയധികം ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഈ DGCAയുടെ സുരക്ഷാ ചട്ടങ്ങൾ പാലിക്കാത്ത എയർ സ്ട്രിപ്പുകളിൽ എന്ത് നടപടിയാകും സ്വീകരിക്കുക? അശ്വതി, കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ നേതൃത്വത്തിൽ രാജ്യത്തെ 400 എയർ സ്ട്രിപ്പുകളിൽ പരിശോധന നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ എയർ സ്ട്രിപ്പുകൾ പലതും മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്നുള്ള പരാതികൾ പലതും ഉയർന്നിരുന്നു. സുരക്ഷ വലിയ പ്രശ്നമായി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മുഴുവൻ ഈ എയർ സ്ട്രിപ്പുകളിലും ഓഡിറ്റ് നടത്തുവാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് DGCA എത്തിയിരിക്കുന്നത്. ഇത്തരം എയർ സ്ട്രിപ്പുകളിൽ ATC സംവിധാനങ്ങൾ, സ്ഥിരം ATC സംവിധാനങ്ങൾ ഉണ്ടാകില്ല. എന്നാൽ വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ ആ ക്രമം അനുസരിച്ച് താൽക്കാലിക ATC സംവിധാനങ്ങളാണ് ഈ മേഖലകളിൽ ഒരുക്കുന്നത്. അതിനുള്ള സൗകര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ ലാൻഡിങ്ങിന് ഇപ്പോൾ നിലവിൽ, അല്ലെങ്കിൽ ലാൻഡിങ്ങിനോ ടേക്ക് ഓഫിനോ വിമാന സർവീസുകൾ നടത്തുവാനോ ഒക്കെ നിലവിൽ പ്രാപ്തമാണോ ഈ എയർ സ്ട്രിപ്പുകൾ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കപ്പെടുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എയർ സ്ട്രിപ്പുകളിലാണ് പരിശോധന നടത്തുന്നത്. പരിശോധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകളുണ്ടെങ്കിൽ ആ എയർ സ്ട്രിപ്പുകൾ താൽക്കാലികമായി അടച്ച് അതിൽ പരിഹാരം കണ്ടെത്തിയതിന് ശേഷം മാത്രം തുറന്നു നൽകാൻ അനുമതി നൽകൂ എന്നുള്ളതാണ് പ്രധാനമായും DGCA വ്യക്തമാക്കുന്നത്. അശ്വതി. ശരി നന്ദൻ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും ഏകീകൃത മാനദണ്ഡം നടപ്പിലാക്കും. ഇപ്പം സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടുതൽ നടപ്പിലാക്കും. 400 എയർ സ്ട്രിപ്പുകളിലാണ് DGCA പരിശോധനയ്ക്ക് ഒരുങ്ങുന്നത്. നന്ദനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.